ജോസിന്റെ ഇടിക്കത്ര കിൻഡിലുണ്ടാവും. കൊണ്ടു നോക്ക് അല്ലെങ്കിൽ കണ്ടു നോക്ക്. ട്രെയിലറിൽ നമ്മളൊരു റിഫൈൽ ഷോട്ട് കാണുന്നുണ്ട് ടോക്ക് വെച്ചിട്ട്. അത് ഇതുവരെ ഞാൻ മലയാളത്തില് അങ്ങനെ ഷോട്ട് കണ്ടിട്ടില്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് ഷോട്ട് നമുക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം അല്ല, ആ ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് റിഗ് ചെയ്തിട്ട് ഒരു ഒരു സ്റ്റിക്കിൽ ഒരു ക്യാമറ റിഗ് ചെയ്തിട്ടാണ്. ശരി, കാണിച്ചു തരും കേട്ടോ. എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് പല തവണ നമ്മളിങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും നന്നായി കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിക്കൽ. മലയാളത്തിൽ ഇങ്ങനൊരു ഡയലോഗ് ഉണ്ട്, അവന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിൻഡല് വരുന്നു. ടർബോ ജോസിന്റെ ഇടിക്കത്ര കിൻഡലുണ്ടാവും. കൊണ്ടു നോക്ക് അല്ലെങ്കിൽ കണ്ടു നോക്ക്. നമുക്ക് പറയണ്ടായി ദുബായ് ലോഞ്ചില് ഇതൊരു സാമ്പിള് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം ട്രെയിലറിനെ പറ്റി അല്ല, അതെ, ഇതൊരു സാമ്പിള് മാത്രമാണ്. അപ്പൊ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഒഴിച്ചടിക്കല്ലേ? അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ വന്നേക്കാം. തോന്നട്ടെ എങ്ങനെയെങ്കിലും, നിങ്ങളത് ഉടക്കല്ലേ. ട്രിപ്പിൾ സ്ട്രോങ് ആണോ? അങ്ങനെ അതായത് ഡയറക്ടർ പറയട്ടെ, ഞാനൊന്നും പറയുന്നില്ല. സ്ട്രോങ് ആണോ, ഡബിൾ സ്ട്രോങ് ആണോ, ട്രിപ്പിൾ സ്ട്രോങ് ആണോ? നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും. പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത്. നിങ്ങൾ കാണും, അത് നിങ്ങൾ തീരുമാനിക്കും. മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണമല്ലോ. അപ്പൊ എന്നിട്ടായിരിക്കണം ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്യുക. അപ്പൊ അതിനെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടത്? അത് റീവിസിറ്റിംഗ് ഒന്നുമില്ല. ആ കഥാപാത്രത്തുമായിട്ട് യാതൊരു സാമ്യം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ്. റീവിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരണ്ടേ. അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത്. ഇതങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ. അതാണ് അതിൻ്റെ വ്യത്യസ്തമാകുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ കഥാപാത്രവും പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും. നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്തെടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല. ഇപ്പോൾ കർണൻ്റെ കഥ എടുത്ത ഒരുപാട് സിനിമകൾ, എല്ലാ പടത്തിലും കർണൻ ഒരുപോലെയല്ലല്ലോ. അപ്പോൾ കഥാപാത്രത്തിൻ്റെ കഥാപരിസരങ്ങൾ മാറുന്നുണ്ട് ഈ സിനിമയിൽ മൊത്തമായിട്ട്. അപ്പോൾ കഥ മാറും, കഥാപാത്രവും മാറും. അങ്ങനെയൊക്കെ എല്ലാം എടുക്കാനും പോകും.